കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്യജീവികൾ കാരണം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യർക്കാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മുടെ സർക്കാർ ഇതിനു മുമ്പാണെങ്കിലും പിണറായി സർക്കാർ തന്നെ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ കാട്ടുപന്നികളൊക്കെ കൊല്ലാനുള്ളൊരു അനുമതി കേന്ദ്ര സർക്കാർ നമുക്ക് നൽകണം എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം ഇതിനു മുമ്പും പല സാഹചര്യങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുമതി കിട്ടണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരോടാണെങ്കിലും പറയുന്നുണ്ട് പന്നികൾ ചത്തിട്ടുണ്ടെങ്കിൽ അവറ്റിനെ എങ്ങനെ സംസ്കരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഉദ്യോഗസ്ഥർ പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ വന്യജീവികളെല്ലാം ഇപ്പോൾ ഒരു കാലത്ത് നല്ല നമ്മൾ നോക്കുമ്പോൾ വളരെയധികം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ വളരെയധികം വർദ്ധിച്ചതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലായാലും കൃഷിസ്ഥലങ്ങളിലെ എല്ലാം തന്നെ നശിപ്പിക്കുന്നതും വീടുകളിൽ കയറി ആക്രമണം നടത്തുന്നതും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നമ്മൾ വാർത്തകൾ ഒരുപാട് കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൃഷിയിടങ്ങളിലെ അവരുടെ ഇതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൃഷിസ്ഥലം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർ കൂടുതലായിട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളത്. അതിലിപ്പോൾ അവർ പറയുന്നത് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നതിന് ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ പറയുന്നത് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അനുമതി നൽകുക എന്നത് തന്നെയാണ്. അതായത് കൃഷിസ്ഥലത്ത് ഈ വന്യജീവികൾ നമ്മുടെ നാട്ടുമ്പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എവിടെയാണോ അവരെ കാണുന്നത് അവിടെ വെച്ച്, അതായത് കൃഷിയിടത്താണോ അല്ലെങ്കിൽ വീട്ടുവളപ്പിലാണോ എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യം നോക്കാതെ എവിടെയാണ് അവരെ കാണുന്നത് അതിനനുസരിച്ച് ഒരു നടപടി, അതായത് അപ്പം തന്നെ കൊല്ലാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. അത് സാധാരണ ജനങ്ങൾക്കുള്ള ഒരു അവകാശം കൂടിയാണ്. അത് ചോദിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളിലെ ഇത് ലീഗലുമാണ്. അവർക്ക് അതിനെ നശിപ്പിക്കാനുള്ള ഒരു അധികാരം നൽകിയിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വന്യജീവികളെല്ലാം നശിപ്പിക്കുന്നത് അതിന് ഭയങ്കര കുറ്റകരമായിട്ട് കാണുന്നതുമുണ്ട്. കാരണം വന്യജീവികളുടെ എണ്ണം കുറയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു നിയന്ത്രണം മനുഷ്യന് തന്നെ ഭീഷണിയാവുന്ന ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിലെ അല്ലെങ്കിൽ അവരുടെ സ്വത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും പ്രതികരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻ മാത്രമേ ഇനി അടുത്തത് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് വന്യജീവികളെ നാട്ടിൽ വെച്ച് തന്നെ കൊല്ലാനുള്ള ഒരു അനുമതി നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇതിനു മുമ്പാണെങ്കിലും നമ്മൾ ഒരുപാട് ഇപ്പോൾ വേനൽക്കാല സമയത്തായിരുന്നെങ്കിലും ഇപ്പൊ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വേനൽക്കാല സമയത്താണെങ്കിലും ഈ വന്യജീവികൾ കൂടുതലായിട്ടും നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങുന്നു, കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നു, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരുപാട് കേട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണെങ്കിലും കൂടുതലായിട്ട് ഫോറസ്റ്റുകളിൽ എന്തുകൊണ്ടാണ് ഈ വന്യജീവികൾ ഇങ്ങനെ നാട്ടിൻപുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടുതലായിട്ട് ആലോചിച്ച് അവിടെ തന്നെ, അതായത് കാട്ടിൽ തന്നെ ഇവർക്കുള്ള ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും അതൊക്കെ ലഭ്യമാക്കാനുള്ള പദ്ധതികളൊക്കെ തന്നെ സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ശേഷമാണെങ്കിലും ഈ കാട്ടുപന്നികളാണെങ്കിലും കൂടുതലായിട്ട് നാശനഷ്ടം വിതയ്ക്കുന്നത് കൃഷിയിടങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യരുടെ സ്വൈരജീവിതം തകരാറിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാട്ടുപന്നികൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എണ്ണം എന്ന് പറഞ്ഞത് ഒരുപാടാണ്. കാട്ടുപന്നികളുടെ എണ്ണം ഒരുപാട്. കാട്ടുപന്നികൾ ശരിക്കും ഇപ്പൊ രാവിലെ എന്നില്ല രാത്രി എന്നില്ല ഏതൊരു സമയത്തും പകലായാലും അവർ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആളുകളെ ഓടിക്കുന്നതായാലും അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ കാണാറുമുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയൻ ആയാലും KPCC പ്രസിഡന്റ് ആയാലും കോൺഗ്രസ് ആയാലും അങ്ങനെ പലരും രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മുന്നേ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ മൃഗങ്ങളെ, അതായത് പന്നീനെ വെടിവെച്ച് കൊല്ലണം എന്നൊരു അനുമതി നൽകണമെന്ന് പറയുകയും അതിനുശേഷം അവയെ ആ ഒരു ഇറച്ചി ഭക്ഷണമാക്കാനുള്ള അനുമതിയും തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഇതുവരെയും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഇതുവരെയും തന്നിട്ടില്ല. കേന്ദ്രത്തിനോട് പിന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്, കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായിട്ട് അംഗീകരിക്കണമെന്നതാണ്. അതും അംഗീകരിച്ചിട്ടില്ല. കേന്ദ്രം ഇതിനോടൊന്നും മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ശരിക്കും നമ്മുടെ ഈ കേരളത്തിൽ കൂടുതലായിട്ട് കാടുകൾ കൂടുതലുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് വന്യജീവികൾ പുറത്തേക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ജനവാസ മേഖലകളിലേക്ക് ഇത്തരത്തിൽ കാട്ടുപന്നികളായാലും പോത്തുകളായാലും അല്ലെങ്കിൽ അകത്ത് കഴിയേണ്ട, അതായത് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ അപകടം വിതയ്ക്കുന്ന ഒരു കാര്യമാണ്.
ആനയായാലും പുലിനെയും കടുവേനെയും ഒക്കെ നമ്മളിപ്പോൾ വീഡിയോസിലെല്ലാം കാണുന്നുണ്ട്. എല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വളരെയധികം അപകടം ആയിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുമതി കേന്ദ്രം നൽകുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു ഘടകം കൂടിയാണ്. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിയായിട്ട് ഉപജീവനമാർഗം കൃഷിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാട്ടാനയൊക്കെ നാട്ടിലോട്ട് ഇറങ്ങുന്ന സാഹചര്യമൊക്കെ അതുപോലെ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മുൻതൂക്കം കൊടുക്കുന്നത് ഈ പന്നികളെ, പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അനുമതി കേന്ദ്രം അനുവദിക്കണം, അങ്ങനെ ഒരു അനുവാദം കിട്ടണം എന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നടപ്പാക്കിക്കൂടാ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് പറയുന്നത് നമ്മുടെ പിണറായി തന്നെയാണ് പറയുന്നത് ഇത്തരത്തിൽ, അതായത് ഒരുപാട് മൃഗങ്ങൾ, അതായത് ഈ പന്നി പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് പന്നികൾ ഇങ്ങനെ പെറ്റ് പെരുകുന്നുണ്ട് കുറേ കാട്ടിനകത്ത്. അപ്പോൾ അത് ജനങ്ങൾക്കൊരു ഭീഷണി തന്നെയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവറ്റിനെ ഒരു വിഭാഗം പന്നികളെ എങ്ങനെയാണെങ്കിലും നശിപ്പിക്കേണ്ടത്, കൊന്നൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു നിലപാടാണ് ഇപ്പം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 2 കാട്ടുപന്നികൾ ഉള്ളത്. ചീഫ് വൈൽഡ് ലൈഫ് അധികാരപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ആരെങ്കിലും ഉത്തരവ് നൽകുകയാണെങ്കിൽ മാത്രമേ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അധികാരം കിട്ടുകയുള്ളൂ. അങ്ങനെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ തന്നെ അതുവരെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ ആ വെടിവെച്ച് കൊന്ന കാട്ടുപന്നിനെ നമുക്ക് ഭക്ഷണമാക്കാനുള്ള ഒരു അനുമതി ഇതുവരെയും കിട്ടിയിട്ടില്ല. അതിനെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് നശിപ്പിക്കണം, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളും മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു ഭേദഗതി വരുത്താനാണ് കേന്ദ്രം ഇനി നോക്കേണ്ടത്. ഇതിലാണ് ഭേദഗതി വരുത്തിയിട്ട് ഈ കർഷകരുടെ ഒരു ആവശ്യം കൂടുതലായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുള്ളത്. ഈ ഒരു ആവശ്യം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് കർഷകരുടെ ഒത്തൊരുമയോടെ, അല്ലെങ്കിൽ അവർ ഉന്നയിച്ചൊരു കാര്യത്തിലൂടെയാണ് വീണ്ടും ഈ ഒരു വിഷയം വീണ്ടും പൊന്തി വന്നിട്ടുള്ളത്. ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വിഷയത്തിന് തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കെട്ടുമങ്ങി പോയ ഒരു കാര്യം വീണ്ടും വന്നത് കർഷകർ വീണ്ടും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം ഒരു എന്താ പറയുക, ഒരു കെടുകാര്യസ്ഥത എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അതിൽ ഇതുവരെയും ആരും ഫോക്കസ് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കർഷകരെ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ കൃഷിസ്ഥലങ്ങളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കൃഷി ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊരു പരിഗണന നൽകുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കണം എന്നുള്ളത്. അതിപ്പോൾ കേന്ദ്ര സംസ്ഥാനം വന നിയമം അനുസരിച്ച് വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം അവർ റിപ്പോർട്ട് നൽകും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വിശദമായിട്ട്, അതായത് വിദഗ്ധമായൊരു സമിതി തന്നെ അതിന് നിയമിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും ഇനി എത്തരത്തിലുള്ള മാറ്റങ്ങളാണ്, അതുപോലെ നമ്മളിപ്പോൾ ഈ ഉന്നയിച്ചൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്രം അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്.